ഇന്ന് ആലോചിച്ച് നോക്കൂ, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ലീഗിൽ നിന്നൊരു നേതാവ് വരുന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങിയാൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്ന സംവാദം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാസി മലയാളികളോടും പറയുന്നുണ്ടല്ലോ, ഓർമ്മയില്ലേ ഗൾഫ് രാജ്യങ്ങളെ ആളുകളോട് അദ്ദേഹം നടത്തിയ സന്ദേശം? നിങ്ങൾ അമിതമായി വ്യയം ചെയ്യരുത്, അമിതമായി നിങ്ങൾ ചെലവ് ചെയ്യരുത്. എപ്പോഴും ചില സാഹചര്യങ്ങൾ വന്ന് മുട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മുണ്ട് മുറുക്കിയെടുത്ത് ചെലവ് ചുരുക്കണമെന്നും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അധിക ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായിരിക്കണമെന്ന് പറഞ്ഞു. CH മുഖ്യമന്ത്രിയാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. CH ഉപമുഖ്യമന്ത്രിയാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. CH കൊടികൾ ഉയർത്താനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് CH ജ്ഞാനത്തിലുള്ള ഒരു സമുദായത്തെ മോചിപ്പിച്ച് ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് MSF എന്ന സംഘടന തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുമതല സമരമല്ല, നിങ്ങളുടെ ചുമതല ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിത്തമാണ് എന്ന് CH ആവർത്തിച്ചു പറഞ്ഞത്. അതിന്റെ കരുത്തിലാണ് ഇന്ന് കേരളത്തിൽ MSF ആണെങ്കിലും ശരി, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആണെങ്കിലും ശരി, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ദേശീയ തലങ്ങളിൽ പോലും മികവുറ്റ ഗവേഷകരായി മാറി പുറത്തു വരുന്നത് ആ തീച്ചുളയിൽ നിന്നാണ്. അതുകൊണ്ടാണ് CH മുഹമ്മദ് കോയ പറയുന്നത്, മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് വെള്ളം കോരാനും ഈ പറയുന്നത് പോലെ വിറകു വെട്ടാനും പോകേണ്ട ഒരു സമുദായമായി തീരേണ്ടതല്ല, അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ രസതന്ത്രം മനസ്സിലാക്കിയ നേതാവാണ് CH മുഹമ്മദ് കോയ. അതുകൊണ്ടാണ് ആ CH നമ്മൾ ഓർമ്മിക്കുന്നത് കമ്പാനിയൻ ഓഫ് ഓണർ, ഡിഗ്നിറ്റി, വ്യക്തിയുടെ അന്തസ്, സമുദായത്തിന്റെ അന്തസ് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കരുത്തുണ്ടാകണമെന്ന് പറയുന്നത് ആ ഘട്ടത്തിലാണ്. പ്രവാസി മലയാളികളോടും പറയുന്നുണ്ടല്ലോ, ഓർമ്മയില്ലേ ഗൾഫ് രാജ്യങ്ങളെ ആളുകളോട് അദ്ദേഹം നടത്തിയ സന്ദേശം? നിങ്ങൾ അമിതമായി വ്യയം ചെയ്യരുത്, അമിതമായി നിങ്ങൾ ചെലവ് ചെയ്യരുത്. എപ്പോഴും ചില സാഹചര്യങ്ങൾ വന്ന് മുട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മുണ്ട് മുറുക്കിയെടുത്ത് ചെലവ് ചുരുക്കണമെന്നും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അധിക ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് വ്യക്തിയുടെ അന്തസ് ഉറപ്പാക്കുക. നിങ്ങൾ കെട്ടിപ്പോക്കുന്ന രമ്യഹർമ്മ്യങ്ങളിലല്ല. നിങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? നിങ്ങളുടെ മക്കളിലാണ് നിക്ഷേപിക്കേണ്ടത്, നിങ്ങളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നു പറയുന്ന മനുഷ്യനാണ് ഒരു പുതിയ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഒരു രാഷ്ട്രശില്പിയായി മാറുന്നത്. അതുകൊണ്ടാണ് CH പോളിസികളെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. ആ പോളിസികളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ, ജ്ഞാനത്തിലൂടെ ഒരു സമുദായത്തെ മോചിപ്പിക്കാനുള്ള തീവ്രമായ ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല വരുന്ന കഥ നേരത്തെ ഇവിടെ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല മാത്രമല്ല, 13 പ്രധാനപ്പെട്ട കോളേജുകളാണ് CH കാലത്ത് സ്ഥാപിച്ചത്. അത് തലയെടുപ്പുള്ള കോളേജുകൾ, TK മാർസ് കോളേജ് അടക്കം 13 കോളേജുകൾ, ഏറ്റവും മികച്ച കോളേജുകളായി അവ പ്രവർത്തിക്കുന്നു. ആ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് അവിടെ പഠിപ്പിച്ച് അവർ ജ്ഞാന സമ്പാദനത്തിനായി പോകുന്നു. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയത്തെ നിർമ്മിച്ചെടുക്കുന്നത്. വിദ്യാസമ്പന്നരായ മനുഷ്യര് ഒരു രാഷ്ട്രത്തെയും സമൂഹത്തെയും നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു രാജ്യം സൃഷ്ടിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാ പാരിക്കുള്ള നല്ല നാട് ഭാരത നാട് എന്ന് സുബ്രഹ്മണ്യ ഭാരതി എഴുതുമ്പോൾ അത് വീരത്തിൽ മാത്രമല്ല, ജ്ഞാനത്തിലെ, മൗനത്തിലെ എന്ന് പറയുന്നുണ്ട്. ജ്ഞാനം കൊണ്ട് നെഞ്ചിനീറത്തിലെ എന്ന് പറയുന്നുണ്ട്. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ കരുത്ത്. അവിടെ ജ്ഞാനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമുദായമായി, ഒരു സമൂഹമായി മാറി ദേശീയ ധാരയിലേക്ക് ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്തിയ വ്യക്തിയായിരുന്നു CH മുഹമ്മദ് കോയ. അതുകൊണ്ടാണ് CH അന്ന് ഇസ്ലാം സമുദായം, പ്രത്യേകിച്ച് ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടാവുന്ന ഘട്ടത്തിൽ അസ്തിത്വ പ്രശ്നം നേരിടുമ്പോൾ ഇതാണ് പാതയെന്ന് മനസ്സിലാകുന്നത്. നവീകരിക്കപ്പെട്ട ഒരു സമുദായമായി ദേശീയധാരയോടൊപ്പം ചേർന്ന് നിന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് ഇന്ന് കാണുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. CH മുഖ്യമന്ത്രിയാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. CH ഉപമുഖ്യമന്ത്രിയാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. CH കൊടികൾ ഉയർത്താനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിലാണ് CH ജ്ഞാനത്തിലുള്ള ഒരു സമുദായത്തെ മോചിപ്പിച്ച് ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ പറഞ്ഞത്. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ലീഗിൽ നിന്നൊരു നേതാവ് വരുന്നതിനെക്കുറിച്ച് ആലോചന തുടങ്ങിയാൽ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്ന സംവാദം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനേറെ 4-ൽ കൂടുതലായ ഒരു മന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതെ പോകരുത്. ആ സംസ്ഥാനത്താണ് 54 ദിവസം അല്ലേ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായും 2 തവണ ഉപമുഖ്യമന്ത്രിയായും ഇരുന്നത് എന്നത് ആലോചിക്കണം. 6 തവണ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും ആ സമൂലമായ മാറ്റം കൊണ്ടുവന്നു. നോക്കൂ, നമ്മൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലല്ലേ?
നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിന് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരള സംസ്ഥാനത്ത് 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമാക്കിയില്ലേ CH മുഹമ്മദ് കോയ? അതിന്റെ ആനുകൂല്യം കിട്ടിയത് ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി മാത്രമാണോ? അതിന്റെ ആനുകൂല്യം കിട്ടിയത് ദളിതരായ, സാധാരണക്കാരായ, പിന്നാക്കം നിൽക്കുന്ന, പഠിക്കാൻ ശേഷിയില്ലാതെ പോയ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായിരുന്നു. അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഓരങ്ങളിലേക്ക് ചേർന്നു പോകുമായിരുന്ന, മീൻകച്ചവടം മാത്രമായി ചെയ്യുമായിരുന്ന, വിറകുവെട്ടികളായി മാത്രം തീരുമായിരുന്ന, വെള്ളം കോരികളായി മാത്രം തീരുമായിരുന്ന, ഒരു തരത്തിലും അടയാളപ്പെടുത്താതെ 2ാം തരം പൗരന്മാരായും ആധുനിക കാലത്ത് പൗരന്മാരെ അല്ലാതായി തീരുകയും ചെയ്യുമായിരുന്നു ഒരു സമൂഹത്തെ പൗരന്മാരായും ആത്മാഭിമാനമുള്ള മനുഷ്യരായും ജനാധിപത്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്ന് ദൃശ്യവൽക്കരിച്ചു എന്നതാണ് CH മുഹമ്മദ് കോയ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ CH എന്നുള്ളത് ന്യൂനപക്ഷ സമുദായത്തിന്റെ ജനാധിപത്യത്തെ ഉറപ്പിച്ച രാഷ്ട്രീയ നേതാവായിട്ടാണ് എന്നിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി അടയാളപ്പെടുത്തുന്നത്. അത് ചെറിയ കാര്യമല്ല, അതത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന കാര്യവുമല്ല. കാരണം സംഘടന കൊണ്ട് മാത്രം ശക്തമായാൽ പോരാ. നിങ്ങൾ വലിയ പ്രചരണ യുദ്ധത്തെ നേരിടുന്ന ഒരു സമൂഹമാണ് എന്നതാണ്. ഇന്ത്യയിൽ എല്ലാ സമൂഹങ്ങളും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ, സർക്കാർ പ്രതിപക്ഷത്തിൽ നിൽക്കുന്നവർ, ഫാസിസത്തെ എതിർക്കുന്നവർ, അവർക്ക് വലിയ പ്രചരണ യുദ്ധങ്ങളെ നേരിടണം. അതിന് നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങൾക്ക് തലച്ചോറ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബൗദ്ധിക ശേഷി കൊണ്ട് മാത്രമേ ജനാധിപത്യത്തിൽ ഇനി സംവാദങ്ങളുടെ ഇടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അതിനുള്ള അടിത്തറ ഇട്ടിട്ട് പോയ മനുഷ്യനാണ് CH എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുകയും അതിനുശേഷം സംഘടന കൊണ്ട് ശക്തനാവുകയും ചെയ്യുക എന്നതാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് MSF എന്ന സംഘടന തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചുമതല സമരമല്ല, നിങ്ങളുടെ ചുമതല ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിത്തമാണ് എന്ന് CH ആവർത്തിച്ചു പറഞ്ഞത്. അതിന്റെ കരുത്തിലാണ് ഇന്ന് കേരളത്തിലെ MSFന്റെ ആണെങ്കിലും ശരി, പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ആണെങ്കിലും ശരി, ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ദേശീയ തലങ്ങളിൽ പോലും മികവുറ്റ ഗവേഷകരായി മാറി പുറത്തു വരുന്നത് ആ തീച്ചുളയിൽ നിന്നാണ്. പക്ഷേ ഇത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. CH എങ്ങനെയാണ് ഒരു ജനാധിപത്യവാദിയായത്? CH എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ സമൂഹത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? പലഹാരമുണ്ടാക്കുന്ന ഉമ്മമാരോട് പറഞ്ഞില്ലേ CH, നിങ്ങളൊരു വർഷം പലഹാരമുണ്ടാക്കുന്ന പണം മതി, ഒരു സർവകലാശാല ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പലഹാരമുണ്ടാക്കി വീടിന്റെ അടുക്കളയിൽ ഇരിക്കുകയല്ല വേണ്ടത്, സർവകലാശാലകളിൽ വന്ന് പഠിക്കുകയാണ് വേണ്ടതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞില്ലേ? പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തില്ലേ CH മുഹമ്മദ് കോയ? വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന്, അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സാർവത്രികവും സൗജന്യവുമാക്കി സ്കോളർഷിപ്പ് ഗ്രാന്റുകൾ അനുവദിച്ചു. 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചവരെ കൊണ്ട് തന്നെ കേരളം കണ്ട ദാർശനികനായ വിദ്യാഭ്യാസ മന്ത്രി എന്ന പേര് കൊടുത്തില്ലേ? അതാണ് CH മുഹമ്മദ് കോയയുടെ പ്രസക്തി. ഒടുവിൽ CH മരണം വരിച്ചു പോകുമ്പോൾ നമ്മളെ ചിലരെങ്കിലും കരുതിയത് ഒരു തവണ മുഖ്യമന്ത്രിയും 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആയാൽ അദ്ദേഹത്തിന് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാവും എന്നാണ്. പക്ഷെ CH പറഞ്ഞു പോയൊരു വാചകം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപക്ഷെ അപ്രാപ്തരായിരിക്കാം, പ്രാപ്തിയില്ലാത്ത മനുഷ്യരായി ഒരുപക്ഷെ എന്നെയും എന്റെ തലമുറയെയും നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയേക്കാം, പക്ഷേ ഞാൻ ഒരിക്കലും ഒരു കാലത്തും അഴിമതിക്കാരനാവില്ല. പ്രാപ്തിയില്ലാത്തവനായി അടയാളപ്പെടുത്തിയാലും അഴിമതിക്കാരനായി അടയാളപ്പെടുത്താൻ ഞാൻ ഒരിടവും കൊടുക്കില്ല എന്ന് പറഞ്ഞു പോയ മനുഷ്യനാണ് CH മുഹമ്മദ് കോയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? CHന്റെ വീട് പണയത്തിലായി. CHന്റെ മക്കൾക്ക് പഠിക്കാൻ വലിയ ഡിപ്പോസിറ്റുകൾ ഇല്ലാതായി. സർക്കാരിന് മകന് പഠിക്കാനുള്ള പണവും ഭാര്യയ്ക്കുള്ള ചെലവിന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് തന്നെ പല രീതിയിൽ നമ്മൾ ട്രോളി, പല വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലും. പക്ഷേ ആത്മാഭിമാനത്തോടെ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 2 തവണ ഉപമുഖ്യമന്ത്രിയും 6 തവണ വിദ്യാഭ്യാസ മന്ത്രിയുമായ ഒരു മനുഷ്യൻ കടക്കെണിയിലാണ് മരിച്ചു പോയത് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ അഭിമാനവും വലിയ ധൈര്യവും ആത്മധൈര്യവും ആ സമുദായത്തിനും ആ പാർട്ടിക്കും ആവശ്യമില്ല. അതാണ് യഥാർത്ഥത്തിൽ CHന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് പേര് മനുഷ്യരുണ്ട് ആത്മാർത്ഥമായ ജീവിതം നയിച്ച് കടന്നു പോകുമ്പോൾ പട്ടിണിയിൽ മരിച്ചത്. അതിലൊന്ന് കാൾ മാർക്സ് ആണ്. മൂലധനം എഴുതുന്ന കൂട്ടത്തിൽ മൂലധനം ഇല്ലാതെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ് കാൾ മാർക്സ്. അതേപോലെയാണ് ഒരുപാട് എഴുത്തുകാർ, പത്രപ്രവർത്തകർ. അതിലൊരാളാണ് നമ്മുടെ CH എന്നുള്ളത്. ഞാൻ ചുരുക്കാം. CH ഏത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? നിർഭാഗ്യവശാൽ ആ രാഷ്ട്രീയത്തിന് ഘടകവിരുദ്ധമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോഫാസിസം എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്, എഴുതിയത് ഉംബർട്ടോ എക്കോയാണ് 2014. നമ്മുടെ കാലത്തെ അടയാളപ്പെടുത്താൻ, CHനെ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നത് ആ ലേഖനത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചെടുക്കാം എന്ന് തോന്നുന്നു. യൂറോഫാസിസത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്.
നിങ്ങളുടെ ജീവിതവും നമ്മളുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഒരു ഫാസിസ്റ്റ് ലക്ഷണത്തോടു കൂടി ഉള്ളതാണോ എന്ന് എങ്ങനെ നിങ്ങൾ തിരിച്ചറിയും? അതിന് യൂറോപ്പ് ഫാസിസത്തിലൂടെ ഉംബർട്ടോ എക്കോ 14 ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാ ലക്ഷണങ്ങളും വായിക്കുന്നില്ല, 4-5 ലക്ഷണങ്ങൾ മാത്രം പറയാം. സമയം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാം. അതിലൊരു ലക്ഷണം എന്ന് പറയുന്നത് കൾട്ട് ഓഫ് ട്രഡീഷൻ എന്നുള്ളതാണ്. അന്ധമായ പാരമ്പര്യാരാധന നിങ്ങൾക്കുണ്ടോ? വിദ്യാഭ്യാസം നേടാതെ അന്ധമായ പാരമ്പര്യാരാധനയിൽ മാത്രം അഭിരമിച്ചിരിക്കുന്ന ഒരു തലമുറയായി നിങ്ങൾ മാറുന്നുണ്ടോ എന്നതാണ് ചോദ്യം. CH യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെയാണ്. ഒരു സമുദായത്തിന് വേണമെങ്കിൽ അന്ധമായ പാരമ്പര്യാരാധനയിലൂടെ ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ശൈലി സ്വീകരിക്കാം. ഇത് പക്ഷേ CH മുഹമ്മദ് കോയക്ക് അത്തരം രാഷ്ട്രീയജ്ഞാനത്തോടു കൂടിയാണോ അത് കണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെയാണ് ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളിൽ ഒന്നതാണ്. കൾട്ട് ഓഫ് ട്രഡീഷനും അപ്പുറത്തേക്കാണ് മോഡേണിറ്റി. ആധുനികതയെ നിങ്ങൾ പുൽകുമ്പോഴും സമുദായത്തിന്റെ സ്വത്വത്തെ നിലനിർത്താൻ ശ്രമിച്ച മനുഷ്യൻ, അഥവാ സമുദായത്തിന്റെ സ്വത്വത്തിനുള്ളിൽ ആധുനികവൽക്കരിക്കാനുള്ള ഇടമുണ്ട് എന്ന് കണ്ടെത്തി. വലിയ ബുദ്ധിമുട്ടാണത് കണ്ടെത്താൻ, പാളിപ്പോ. പക്ഷെ CH വളരെ വ്യക്തമായി കണ്ടെത്തി. പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കണമെന്ന് മാത്രമല്ല, രക്ഷിതാക്കളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി അവർക്ക് ഗ്രാൻഡും സ്കോളർഷിപ്പും കൊടുത്തു. പക്ഷേ അന്ധമായ പാരമ്പര്യാരാധനയിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യര് പെൺകുട്ടികളെ പുറം വെളിച്ചം കാണിക്കാതിരിക്കാൻ തീരുമാനിച്ചു. CH പറഞ്ഞു, പാടില്ല, അവർ സ്കൂളിൽ വരണം, അവർ പഠിക്കണം. നേരത്തെ പറഞ്ഞു, നാദാപുരത്ത് ഒരു ഗേൾസ് സ്കൂൾ വന്നു. ഗേൾസ് സ്കൂൾ വരുന്നു, ചെറിയ കാര്യമല്ല. ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂൾ എന്നുള്ള ആശയമായിരുന്നു CH ഉണ്ടായിരുന്നത്. ഗേൾസ് സ്കൂൾ കൊണ്ടുവന്നു. എങ്ങനെ എതിർപ്പുണ്ടാവും? എത്ര പേര് അവിടെ പഠിക്കാൻ വരും? ആ അന്ധമായ പാരമ്പര്യാരാധനയെ എതിർത്തും അതേസമയം തന്നെ സ്വത്വത്തെ നിലനിർത്തിയും ആധുനികവൽക്കരിക്കാം സമുദായത്തെ, നവീകരിക്കാം സമുദായത്തെ എന്ന് കാട്ടിത്തന്നയാളാണ് CH. ആ CHന്റെ തുടർച്ചയാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ആത്മാഭിമാനത്തോടു കൂടി പണിയെടുക്കുന്നത്. അവർ കടൽ കയറി പോകുന്നത്, അവർ ധീരരായി നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്, അവർ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കുന്നത്. സിമോൺ ഡി ബൂവ പറഞ്ഞതുപോലെ 2ാം പൗരകളായി തീരാത്തത് CH കൊളുത്തുവിട്ട ഈ അഗ്നിയിലാണ്.